ജിത്തു എൻ്റെ ലൈഫിൽ വന്നപ്പോൾ തൊട്ട് ലൈഫ് ഒരു ഫെയറി ടെയിൽ പോലെ, അതായത് സെലിബ്രേഷൻസും ഹാപ്പിനെസ്സും ഗ്യാതറിങ്സും എല്ലാമായിട്ട് അത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു നോർമൽ ലൈഫിൽ നിന്ന് ഭയങ്കര ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ആ ഒരു ഡ്രമാറ്റിക് ലൈഫിലോട്ട് പെട്ടെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫ് മാറിയത്. പിന്നെ ജിത്തുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീസ് വെരി സ്വീറ്റ്, ഹീസ് വെരി ക്യൂട്ട്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. വാട്ട് എവർ ഐ വാസ് ലുക്കിംഗ് ഇൻ എ പാർട്ട്ണർ, ഹീസ് എവറിത്തിങ്. എന്തിനൊക്കെ പറഞ്ഞു എന്നോട് പറ്റിയ പറഞ്ഞ ഇന്ന് ലക്കിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. ഫുൾ ടൈം റീൽസും പാട്ടൊക്കെ ആയിട്ട് അവിടെ ഒരു ഇവന്റ് ഷോയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എവിടെ ചെന്നാലും ആൾക്കാരെ തിരിച്ചറിയും. ഇനി അവിടെ ചെന്നിട്ട് എൻ്റെ കൂടെ പരിചയപ്പെട്ടിട്ട് ഒരു 4 വർഷമായി. ഞാൻ കാനഡയിലേക്ക് മൂവ് കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു കോമൺ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ് അവർക്ക്. എൻ്റെ ക്രിക്കറ്റും ആർട്സും ഒക്കെ ആയിട്ടുള്ള അവിടുന്ന് പരിചയപ്പെട്ടാണ്. ആ സമയത്തൊട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. കുറേ ഫ്രണ്ട്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടുന്ന്. അപ്പോൾ ഇന്നൊക്കെ ഫുള്ള് സ്റ്റേറ്റസിൻ്റെ ഒരു മഴയാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെയുള്ള ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ഈ അടിപൊളി ദിവസമാണെന്ന് വിചാരിച്ചത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. When I'm standing in the fire, I will look him in the eye, and I will let the devil know that I was brave enough to die, and there's no hell that he can show me. It's deeper than my pride, 'cause I will never be forgotten. Forever I'll fight, and I don't need this life. I just need somebody to die for when I'm lonely. ഞങ്ങൾ തമ്മിൽ വഴക്കിനേക്കാളും കൂടുതൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ചിത്തിനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ച് വിടില്ലായിരുന്നു. ഇതിപ്പോൾ കെട്ടിച്ച് വിടേണ്ട കൊണ്ട് വിടുന്നതാണ്. പിന്നെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടൻ സെയിം വൈബിൽ ഞങ്ങളുടെ കൂടെ മാച്ചായി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിഷമമില്ലാന്ന് ഞാൻ പറയാം. പുള്ളി ഞങ്ങളുടെ അടിപൊളിയാണ്. സോ ഞങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ്.
വിഷ് യു ഒന്നുകൂടെ പറയണേ. ചേട്ടനും ചേച്ചിക്കും വിഷിങ് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. മതി.